വിഷമിക്കില്ലേ അപ്പച്ചി? അമ്മ കരയല്ലമ്മേ. അപ്പച്ചി എന്താ എന്താ അച്ഛൻ പറഞ്ഞേ? അമ്മാവന് അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. ഞാനും ഗിരിയും മുകളിലുണ്ടാവും. വാ വാ. അപ്പച്ചി 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 ഇങ്ങനെ കരയില്ലേ? ഡോക്ടർ പറഞ്ഞില്ലേ കുഴപ്പമൊന്നും ഇല്ലെന്ന്. അതെ, അമ്മ ഒന്ന് സമാധാനപ്പെട്. എല്ലാത്തിനും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. അപ്പച്ചി ഇങ്ങനെ കരഞ്ഞ അമ്മാവൻ വിഷമം കൂടേ ഉള്ളൂ. മനസ്സ് വിഷമിപ്പിക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞതല്ലേ? തമ്മി കാണുമ്പോ എപ്പോഴും വഴക്കാണെങ്കിലും അദ്ദേഹത്തിന് എന്തെങ്കിലും പറ്റിയ പിന്നെ പിന്നെ എനിക്ക് ആരുണ്ട്? എന്റെ കരുനീലക്കാവിലമ്മ. അമ്മ അപ്പച്ചി അച്ഛൻ ഗിരിയോട് എന്താ പറഞ്ഞെന്ന് എനിക്കറിയില്ല. എനിക്കത് അറിയാൻ വേണ്ട. പക്ഷേ ഗിരിയയുടെ അച്ഛൻ വല്ലാതെ സ്നേഹിക്കുന്നുണ്ട്. എന്നെപ്പോലെ അല്ലെങ്കിൽ എന്നെക്കാളും. ഈയിടെയായി അച്ഛൻ കൂടുതലായി പറയുന്നത് ഗിരിയെക്കുറിച്ചാ. പിന്നെ ഗിരിയുടെ വീട്ടിൽ വന്ന് 2 ദിവസം നിൽക്കണമെന്നൊക്കെ അച്ഛൻ പറഞ്ഞു. ഞാൻ പറയുന്നതുകൊണ്ട് ഗിരിക്ക് വിഷമം തോന്നരുത്. അച്ഛൻ്റെ ഇപ്പോഴത്തെ ഈ അവസ്ഥയ്ക്ക് കാരണം ഗിരി മാത്രമാണ്. നിന്നെക്കുറിച്ചോർത്ത് മനസ്സുരുകി ജീവിച്ച അച്ഛൻ ഈ അവസ്ഥയിലെത്തിയത്. നിന്റെ ജീവിതം എങ്ങനെ തീരുമെന്ന് അച്ഛന് വലിയ ആശങ്കയായിരുന്നു. അതൊക്കെ ഓർത്തുരുകിയ പാവം. എനിക്കറിയാൻ നോക്കില്ല. അമ്മാവനോട് ഞാൻ അത്രയ്ക്ക് വലിയ ക്രൂരതയല്ലേ കാണിച്ചത്? അന്നത്തെ കല്യാണത്തോടെ അമ്മാവന്റെ വലിയ സ്വപ്ന തകർന്നു പോയത്. നാട്ടുകാരുടെ മുന്നിൽ ഞാൻ കാരണം അമ്മ തലനാഴ്ത്തിയിരുന്ന രംഗം എനിക്കങ്ങനെ മറക്കാൻ പറ്റില്ല. അതൊക്കെ ഓർത്താവും അമ്മാന് വിഷമം സഹിക്കാൻ പറ്റാതെ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഗിരി പറഞ്ഞത് ശരിയാ. ആ സംഭവം അച്ഛനെ വല്ലാതെ തളർത്തിക്കളഞ്ഞെന്നുള്ളത് ശരി തന്നെ.